ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. ധന്യേ, വേഗം വാ. മധുരം കഴിച്ച് ജീവിതം തുടങ്ങാം. ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് പിടിക്ക. മക്കളെ മക്കളെ, മീരമോളെ കഴിക്ക. മോളിങ് വന്നേ. ഇനി മുതലേ ഇതാണ് മോളുടെ അമ്മ. അമ്മയുടെ പേര് മോൾക്കറിയോ? അറിയാം. എന്താ പറഞ്ഞേ? ബീനാമ്മ. മിടുക്കി മോനെ. ഇതാണ് പുതിയ അച്ഛൻ, പേര് ഹരി. ഞാൻ ഹരി അച്ഛന്ന് വിളിക്കണം. ഇതല്ലേ ആന്റി പറയാൻ വരുന്നത്? എടാ മിടുക്ക. കുട്ടികളൊന്നും നീ കരുതുന്ന പോലെ അല്ല, വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് വളരെ ശരിയാ. അടുത്ത തലമുറയുടെ മുന്നിലേ നമ്മളെ എങ്ങനെ പിടിച്ചു നിൽക്കുവോ എന്തോ. നമ്മളെന്തിനാ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്? ഒഴുക്കിനൊത്ത് വെറുതെ അങ്ങ് പോയാ മതി അല്ലേ ഹരി? നിങ്ങൾ സംസാരിച്ചിരിക്കെ. നമുക്കുള്ള ഭക്ഷണം ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിരുന്നു. അവരെ ഒന്ന് വിളിച്ചു നോക്കാം. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. അതെ, വരേണ്ട സമയവും സ്ഥലവും ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ? എന്നാ ശരി, ആയിക്കോട്ടെ. ഞാനിപ്പോ വരാ. അതെ, ചെന്നേ. നല്ല ടെൻഷനുണ്ടല്ലേ? ആ ഉണ്ട്. ഞാനൊട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് സംഭവിച്ച പോലെ തോന്നുക. ജീവിതം അത്ര വലുതൊന്നും അല്ലല്ലോ ഹരി. ഉള്ള ജീവിതം എന്തിനാ വെറുതെ ലാഗിട്ട് നശിപ്പിക്കുന്നത്? ഇതിപ്പോ മോളെ നോക്കാൻ ഒരാളായെന്ന് വിചാരിച്ചാൽ മതി. ഹരിക്കിനി ജോലിക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാമല്ലോ. അത് ശരിയാണ്. ബീനയുടെ ജീവിതവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവർക്കും ഈ ബന്ധം വലിയൊരു ആശ്വാസമായിരിക്കും. ഹരി, കൂടുതൽ ആലോചിച്ചു കൂട്ടി മനസ്സ് കാട് കയറരുത്. ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയ ജീവിതത്തിന്റെ ആരംഭം. മനസ്സിൽ തടസ്സമായി തോന്നുന്നതെല്ലാം തൽക്കാലം ഒരു വശത്തേക്ക് മാറ്റിവെക്കുക. ഇപ്പോൾ ഉള്ളതിനെ അംഗീകരിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഹരി, അത്രേ ഉള്ളൂ. പാലെടുക്കാണോ? സൂരജിന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാല് കുടിക്കുന്ന ശീലമുണ്ട്. അപ്പൊ പിന്നെ മീരയ്ക്കും കൂടെ ഒരു ഗ്ലാസ് എടുത്തു. മീര പാല് കുടിക്കാറില്ല. പിന്നെ കുറച്ചുനാള് നമുക്ക് 2 മുറികളിലായിട്ട് കിടക്കാം. വിവാഹം പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ചതുകൊണ്ട് ഞാനൊട്ടും റെഡിയല്ലായിരുന്നു. എല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നവരെ. മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ കല്യാണം കഴിച്ചേ. ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. ഞാനും മാനസികമായിട്ട് ഒരു വിവാഹത്തിന് തയ്യാറെടുത്ത അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഹരിയേട്ടനോട് എങ്ങനെ പറയും എന്ന അവസ്ഥയിലായിരുന്നു ഞാനും. ഹരിയേട്ടൻ ഏത് റൂമിലാ കിടക്കുന്നതെന്ന് പറഞ്ഞാ ഞാനവിടെ ബെഡൊക്കെ വിരിച്ചു തരായിരുന്നു. അതൊക്കെ ഞാൻ വിരിച്ചായിരുന്നു. എന്നാ പിന്നെ സൂരജിന് പാലുകൊണ്ട് കൊടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.